നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റുപാടുകളിൽ ചില കാര്യങ്ങൾ നമുക്ക് വളരെ സാധാരണമായിട്ട് തോന്നാം. പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയൊരു അർത്ഥവും ചിലപ്പോൾ ഒരു ആത്മീയ രഹസ്യവും ഒളിഞ്ഞിരിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടും. മനസ്സിന് ഒരു ആശ്വാസം, ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ ചില വീടുകളിൽ അതിൻ്റെ വിപരീതമായിരിക്കും. അവിടെ എത്ര സുന്ദരമായിട്ടുള്ള വീടായാലും ഒരു അസ്വസ്ഥത പോലെ തോന്നും. പുറമെ നിന്ന് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ടാകാം, പക്ഷെ അതിനുള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഒരു സാധാരണമായിട്ട് തോന്നുന്ന പക്ഷെ അത്യന്തം പ്രത്യേകതയുള്ള ഒരു ചെടിയെക്കുറിച്ച്. അത് മറ്റൊന്നുമല്ല, ചെമ്പരത്തിയാണ്. ചുവന്ന ചെമ്പരത്തി. ചില വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചെമ്പരത്തി ചെടി എപ്പോഴും പുഷ്പിച്ചു നിൽക്കും. ഓരോ ദിവസവും പുതുപുത്തൻ ചുവന്ന പൂക്കൾ വിരിയും. പക്ഷെ ചില വീടുകളിൽ എത്ര ശ്രദ്ധിച്ചാലും അത് നന്നായി വളരില്ല. ഇലകൾ വാടിപ്പോകും, പൂക്കൾ കുറയും, ചിലപ്പോൾ ചെടി തന്നെ നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മൾ പറയാറില്ലേ, ചില ചെടികൾ ചില വീടുകളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് നട്ടു കഴിഞ്ഞാലും നമ്മുടെ മണ്ണിൽ പിടിക്കാറില്ല. അല്ലെങ്കിൽ ചില വീടുകളിൽ അത് എത്ര മോശം, ചെറിയൊരു തണ്ടായാൽ പോലും വളരെ പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ അത് വെറും മണ്ണിൻ്റെയോ വെള്ളത്തിൻ്റെയും കാര്യം മാത്രമല്ല, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അദൃശ്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? പഴമയിലുള്ള വിശ്വാസങ്ങളും ആത്മീയ ചിന്തകളും പറയുന്നത് ഇങ്ങനെയാണ്: ചുവന്ന ചെമ്പരത്തി തഴച്ചു വളരുന്ന വീടുകളിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നു എന്നതാണ്. ചുവന്ന ചെമ്പരത്തി തഴച്ചു വളരുന്ന വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ വീട്ടിലുള്ള സ്ത്രീക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ആ വീടിന് അതുവഴി ലഭിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ വിശ്വാസപ്രകാരം ഒരു വീട്ടിൽ ചെമ്പരത്തി നന്നായിട്ട് വളരുന്നുണ്ടെങ്കിൽ അവിടെ സമാധാനവും സ്നേഹവും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വീടിൻ്റെ യഥാർത്ഥ ഊർജം അവിടെയുള്ള ആളുകളുടെ മനസ്സിലാണ്. വീട്ടിലെ സ്ത്രീയുടെ മനസ്സ്, അവളുടെ സ്നേഹം, അവളുടെ സഹനം, അവളുടെ കരുതൽ, ഇവയെല്ലാം ചേർന്നാണ് ആ വീടിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുന്നത്. പലരും പറയുന്നത് വീട്ടിലെ സ്ത്രീയുടെ മനസ്സ് എങ്ങനെയാണോ ആ വീടിൻ്റെ ഊർജം അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഒരു ആത്മീയ ദൃഷ്ടികോണത്തിലുള്ള ഒരു വിശ്വാസമാണ്. ചുവന്ന ചെമ്പരത്തി തഴച്ചു വളരുന്ന വീടുകളിൽ സാധാരണയായി കാണുന്ന ഒരു സ്വഭാവം എന്താണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. പുറമെ സാധാരണയിൽ സാധാരണക്കാരിയായി തോന്നുമെങ്കിലും അവളുടെ ഉള്ളിൽ അത്യന്തം ശക്തമായ മനസ്സുണ്ടായിരിക്കും. അവൾ അധികം സംസാരിക്കില്ലെങ്കിലും അവളുടെ സാന്നിധ്യം തന്നെ വീട്ടിൽ ഒരു ശാന്തതയുണ്ടാക്കും. അവളുടെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത്, ആ സ്ത്രീയുടെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് ക്ഷമ, സ്നേഹം, സഹനം, ആത്മവിശ്വാസം, ദൈവവിശ്വാസം എന്നിവയാണ്. അവർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നുള്ളതും അവരുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. പ്രകൃതിയോട് അടുത്തു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇവർ. ചെടികളെ സ്നേഹത്തോടെ വളർത്തും. അതുകൊണ്ട് തന്നെ പലരും വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള മനസ്സിന്റെ പ്രതിഫലനമാണ് ചെമ്പരത്തി എന്നുള്ളത്. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ചെമ്പരത്തിപ്പൂവ് വെറുമൊരു പൂവല്ലെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അത് ഒരു സന്ദേശമാണ്. ഈ വീട്ടിൽ സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, സമാധാനമുണ്ട് എന്നൊരു പ്രകൃതിയുടെ അടയാളം. പക്ഷെ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്, ചില വീടുകളിൽ എത്ര ശ്രമിച്ചാലും ചെടി വളരില്ല. അവിടെ കലഹങ്ങൾ കൂടുതലായിരിക്കും, മനസമാധാനം കുറവായിരിക്കും. പക്ഷേ ഇതിനെ കുറ്റപ്പെടുത്തലായി കാണേണ്ടതില്ല. ഇത് നമ്മളോട് പറയുന്ന ഒരു സന്ദേശം മാത്രമാണ്. നിങ്ങളുടെ മനസ്സ് കുറച്ച് കൂടുതൽ ശാന്തമാക്കുക എന്നുള്ളത്. ചില വീടുകളിൽ നല്ല രീതിയിൽ പുഷ്പിച്ചു നിൽക്കുന്ന ആ ഒരു ചെമ്പരത്തി ചെടി വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഫലങ്ങൾ ആ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ നല്ലൊരു ചെമ്പരത്തി ഉണ്ടായിരുന്നു. ആ ചെമ്പരത്തി ഒരുപാട് പൂക്കൾ ഇടാറുണ്ടായിരുന്നു. നല്ല രീതിയിൽ പുഷ്പിച്ചു നിന്ന ആ ഒരു ചെടി വളരെ പെട്ടെന്ന് തന്നെ നശിച്ചുപോയി. ആ ഒരു ചെമ്പരത്തി നശിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പ്രകൃതി നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്നത് വലിയ കാര്യങ്ങളിലൂടെയല്ല,
ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ചെടികളുടെ വളർച്ച, പൂക്കൾ വിരിയുന്നത്, വീട്ടിലെ അന്തരീക്ഷം, ഇവയെല്ലാം ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ പ്രതിഫലനമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ചെടി വളരുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. അതൊരു അവസരമായിട്ട് കാണുക. നമ്മളെ തന്നെ മാറ്റാനുള്ള അവസരം, കൂടുതൽ പോസിറ്റീവ് ആകാനുള്ള അവസരം, കൂടുതൽ സ്നേഹമുള്ളവരാകാനുള്ള അവസരം. ഒരു വീടിന്റെ യഥാർത്ഥ ഐശ്വര്യം പണത്തിലല്ല, വലിയ സൗകര്യങ്ങളിലല്ല, അവിടെയുള്ള മനസ്സുകളിലാണ്. വീട്ടിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് രാവിലെ വിളക്ക് തെളിയിക്കുന്നത്, നല്ല വാക്കുകൾ സംസാരിക്കുന്നത്, ചെടികളെ സ്നേഹത്തോടെ പരിപാലിക്കുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുന്നത്, നന്ദിയോടെ ജീവിക്കുന്നത്. ഇവയെല്ലാം ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷെ ഇവയാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ചുവന്ന ചെമ്പരത്തി വെറും ഒരു ചെടിയല്ല, അതൊരു പ്രതീകമാണ്. സ്നേഹത്തിന്റെ പ്രതീകം, സമാധാനത്തിന്റെ പ്രതീകം, വീട്ടിലെ ഊർജത്തിന്റെ പ്രതീകം, സ്ത്രീയുടെ മനസ്സിന്റെ പ്രതിഫലനം. അതുകൊണ്ടാണ് പറയുന്നത് ചെമ്പരത്തി തഴച്ചു വളരുന്നത് ഒരു വീട്ടിന്റെ അനുഗ്രഹമാണ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഭാഗ്യം പുറത്തു നിന്ന് വരുമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഭാഗ്യം നമ്മളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, ഇവയാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യമായി അവിടെയുള്ള മനസ്സുകളിൽ സമാധാനം വേണം. അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രകൃതിയും നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കും. ചെമ്പരത്തി പൂവ് വിരിയുന്നത് വെറുമൊരു പൂവ് വിരിയുന്നതല്ല, അതൊരു സന്ദേശമാണ്. ഈ വീട്ടിൽ സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, ശക്തിയുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനെല്ലാത്തിനും പുറമെ ദേവി ആരാധനയ്ക്ക്, ദേവിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്ന പുഷ്പങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ചുവന്ന ചെമ്പരത്തി എന്ന് പറയുന്നത്. ചുവന്ന ചെമ്പരത്തി ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദുഃഖം മാറ്റിത്തരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവീപ്രീതി ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ഒരു കാര്യം കൂടിയാണ് വീട്ടിൽ ചുവന്ന ചെമ്പരത്തി തഴച്ചു വളരുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പൂവിടുക എന്ന് പറയുന്നത്. ആ ഒരു ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ കടാക്ഷം ആ കുടുംബത്തിനും ആ കുടുംബത്തിലുള്ളവർക്കും ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ സ്ത്രീ ദേവിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു ദേവിയുടെ ഐശ്വര്യവും ചൈതന്യവും ആ ഒരു വീട്ടിലെ സ്ത്രീയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ ആയിരിക്കും ആ വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും സന്തോഷവും സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെമ്പരത്തി എന്ന് പറയുന്നത് ഒരു സാധാരണ ചെടിയല്ല. ദേവീ പ്രീതിയുള്ള, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സന്തോഷവും ഒരു വീട്ടിലേക്ക് നൽകാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ്, ഒരു പുഷ്പമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയോടും ശുദ്ധിയോടും കൂടെ നമ്മൾ ആ ഒരു ചെടിയെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ, ആ ഒരു സന്തോഷമായാലും ഉയർച്ചയായാലും ആ കുടുംബത്തിനെ തേടി എത്തുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചോദിക്കാം, എൻ്റെ വീട്ടിൽ ഒരുപാട് ചെമ്പരത്തി ഉണ്ട്, നല്ല രീതിയിൽ പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളൊന്നും എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. ഒരു ചെടി നടുക എന്നതിലുപരി അതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെടി ഉണ്ടെങ്കിൽ, ചെമ്പരത്തി പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുക. അതിൽ നിന്ന് പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. അല്ലാതെ വെട്ടിക്കളയാനോ അല്ലെങ്കിൽ അത് നശിപ്പിക്കാനോ പാടില്ല എന്നുള്ള സത്യം തിരിച്ചറിയുക. ഒപ്പം തന്നെ ആ വീട്ടിലുള്ള സ്ത്രീയെ ദേവിയായി കണക്കാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ചെടി വളരുന്നുണ്ടെങ്കിൽ, അതിൽ പൂവിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഓം ദുർഗായേ നമഃ എന്ന മന്ത്രം കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.